സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 എന്നുള്ളിൽ വന്നിടും നിമിഷം അങ്ങന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാനെന്നും അങ്ങേതായി മാറും. ഈശോ ഇന്നെഴുന്നള്ളും നിമിഷം സ്നേഹത്തിൽ ഞാനുമെന്നീശോയും
സ്നേഹമായി ഈശോ ഇന്നെഴുന്നള്ളും നിമിഷം. സ്നേഹിതനായ അമ്മയെ പോലെന്നെ മാറോടു ചേർക്കുന്ന നിമിഷം. ദിവ്യകാരുണ്യമായ ഈശോ എന്നുള്ളിൽ വന്നിടും നിമിഷം. അങ്ങന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാനെന്നും അങ്ങേതായി മാറും. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവവും സൃഷ്ടാവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും തിരുവുത്ഥാനവും നാം ധ്യാനിക്കുകയും അതിൻ്റെ അനുഗ്രഹങ്ങളെ ആത്മീയമായി ഒരുങ്ങി പ്രാപിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ജനനമില്ലാത്തവൻ്റെ ജനനമായിരുന്നു ക്രിസ്തുമസിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ മരണമില്ലാത്തവൻ്റെ മരണമാണ് കാൽവരിയിലെ കുരിശിൽ നിറവേറ്റിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജനനം പോലെ ആയിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണവും. അത് മരണമല്ല, മരണത്തെ സഹിച്ചതായിരുന്നു. ഈ ഒരു സത്യത്തെ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സഹന മരണ ഉത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ പാപമോചനത്തിനായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ തിരുവുത്ഥാനത്തിൻ്റെ ശക്തിയെ ഞങ്ങളിൽ നിക്ഷേപിച്ച് പാപത്തെ അതിജീവിച്ച് പ്രലോഭനങ്ങളെ തോൽപ്പിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ജഡത്തെ ക്രൂശിച്ച് ലോകമോഹങ്ങളെ ത്യജിച്ച് വിശുദ്ധിയിൽ വളരുവാനും അങ്ങയുടെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളിൽ അവിടുത്തെ വചനത്തെ ഉറപ്പിക്കണമേ. യേശുവിൻ്റെ ആത്മാവെ, ഞങ്ങളെ എല്ലാവിധമായ അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ. എല്ലാ ശ്രോതാക്കളെയും ദൈവാത്മാവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ പിതാവേ, കേട്ടരുളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കർത്താവ് സത്യമായും ദൈവമാണ്. യേശു ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ കന്യാജനനം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വലിയ അടയാളമാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനവും അവിടുത്തെ ദൈവത്വത്തിൻ്റെ അടയാളമാണ്. ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുവാൻ തക്കവിധം അവിടുത്തെ കന്യകാജനനവും അവിടുത്തെ തിരുവുത്ഥാനവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒഴിഞ്ഞ കല്ലറയെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു തൻ്റെ തിരുവുത്ഥാനത്തെ മുഴുവൻ ലോകത്തിനു വേണ്ടി പ്രഖ്യാപിച്ച് താൻ രക്ഷകനും വിമോചകനും പാപപരിഹാരകനും നിത്യജീവന്റെ ഉറവിടവും ദാതാവുമാണെന്ന് ലോകം മുഴുവനെയും പഠിപ്പിച്ചു. നമ്മെ അവിടുന്ന് ബോധ്യപ്പെടുത്തി. തിരുസഭയിലൂടെ ആ സത്യം ലോകം മുഴുവനെയും അറിയിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഉപയോഗിക്കുന്നു, സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവുത്ഥാനത്തിൻ്റെ സന്ദേശത്തെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി കടന്നു വരേണ്ട ആദ്യത്തെ ആത്മീയ സത്യം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപത്തെ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്നുള്ളതാണ്. 1 പത്രോസ് 2:24 പറയുന്നത് പോലെ 2 കൊരിന്ത്യസ് ലേഖനം 5:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പോലെ യേശു നമ്മുടെ പാപങ്ങളെ
കുരിശിൽ വഹിച്ചു. നമുക്കായി അവിടുന്ന് യാഗമായി തീർന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് ഇല്ലാതാക്കി. അതിൻ്റെ സകല ദുരന്തങ്ങളെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും യേശു നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി എന്ന സത്യം നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരണം. അങ്ങനെ പാപത്തെ ഇല്ലാതാക്കിയ യേശു പാപത്തെ സംസ്കരിക്കുന്നതിൻ്റെ അടയാളമായി, പാപത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്നതിൻ്റെ അടയാളമായി, തൻ്റെ മരണത്താൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ ഇല്ലാതാക്കിയതിൻ്റെ അടയാളമായി സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് യേശു നമ്മുടെ പാപങ്ങളെ വഹിക്കുകയും നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ അവിടുത്തെ സംസ്കാരത്തിൻ്റെ സത്യത്താൽ ഇല്ലാതാക്കി എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നാം യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നോക്കി പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ച് അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്ന നാം കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ ശക്തിയും കൃപയും പ്രാപിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് നാം ഉറപ്പിക്കേണ്ട ആത്മീയ സത്യമാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് യേശു നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു ഇല്ലാതാക്കി അതിനുശേഷം ഉയർത്തെഴുന്നേറ്റു എന്നതുപോലെ തന്നെ നാം നമ്മുടെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കണം. നമ്മൾ പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവയെ ഏൽപ്പിച്ച് നമ്മൾ പാപത്തിനെതിരെ തീരുമാനമെടുക്കണം. നമ്മുടെ പാപ സ്വഭാവത്തെ ക്രൂശിക്കുവാൻ നാം തീരുമാനമെടുക്കണം. യേശുക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പാപ മനുഷ്യൻ സംസ്കരിക്കപ്പെടണം. അങ്ങനെ നമ്മുടെ പാപ മനുഷ്യൻ സംസ്കരിക്കപ്പെടുമ്പോഴാണ് നാം ജഡത്തെ ക്രൂശിച്ച് പാപ മനുഷ്യനെ ത്യജിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ ആസക്തികളോടും കൂടെ നാം പാപത്തിൻ്റെ ആ പഴയ മനുഷ്യനെ വലിച്ചെറിയുമ്പോഴാണ് തിരുവുത്ഥാനത്തിൻ്റെ ശക്തി നമ്മിൽ നിറയുന്നത് എന്ന് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അഭിഷേകം നമ്മിലേക്ക് വരുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ തിരുവുത്ഥാനത്തിൻ്റെ സന്ദേശം നാം ഓർക്കുക. നമ്മുടെ ആത്മാവിന് പുനരുത്ഥാനം തരുന്നു, നമ്മുടെ ആത്മാവിന് പുതുജീവൻ തരുന്നു, നമ്മുടെ ആത്മാവിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു, നമ്മുടെ ആത്മാവിൻ്റെ പാപക്കറകളെ യേശു ഇല്ലാതാക്കി എന്ന് നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അപ്പോൾ യേശുവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശു തിരുവുത്ഥാനം ചെയ്തു എങ്കിൽ എൻ്റെ ആത്മാവിനും ഉത്ഥാനമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമ്മളുടെ ജഡത്തിന് ക്രൂശീകരണമുണ്ടെന്നും അന്ത്യനാളിൽ കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ നമ്മുടെ ശരീരം തേജസ്സോടെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും നാം വിശ്വസിക്കണം. ആകയാൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈസ്റ്റർ ദിനത്തിൻ്റെ വലിയ സന്ദേശം മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന നാം നമ്മുടെ പാപങ്ങളെ കർത്താവിന് കൊടുക്കുവാനും പാപമനുഷ്യനെ വെറുത്ത് ഉപേക്ഷിക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശു വലിയ സഹനത്തിലൂടെ കടന്നുപോയി. യേശുക്രിസ്തുവിൻ്റെ സഹനം കുരിശിൽ സംഭവിക്കുന്നു. ആദാമിക പാപത്താലും ഈ ലോകത്തിലെ മനുഷ്യരുടെ ദുഷ്ടതയുടെ കാരണങ്ങളാലും യേശുവിന് സഹനം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് പകരക്കാരനായും നമുക്ക് വേണ്ടിയും പാപത്തെ ഇല്ലാതാക്കാനും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ എന്നേക്കുമായി നിർമൂലനം ചെയ്യുവാനും വേണ്ടി യേശു നമുക്കായി സഹിച്ചു. ആ സഹനത്തിൻ്റെ തികവിൽ അവിടുന്ന് മരണത്തെ സഹിച്ചു. മരണത്തിൻ്റെ സഹനം, മരണത്തെ സഹിച്ച യേശുക്രിസ്തുവിൻ്റെ ആ ശക്തി തിരുവുത്ഥാനത്തിലൂടെ വെളിപ്പെട്ടു വന്നു. നമ്മുടെ മുമ്പിലുള്ള സന്ദേശം എന്താണ്? യേശു നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ തന്നെ നാം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൻ്റെ സഹനങ്ങളെ നേരിടാൻ തയ്യാറാകണം. അത് ക്രിസ്തുവിനെ കൂടാതെയല്ല, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്. യേശുക്രിസ്തുവിൻ്റെ സഹനത്തെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാരണത്താൽ, ഈ ഭൂമിയിലെ ദുഷ്ടത തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന കാരണത്താൽ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ ആ സഹനങ്ങളെ ആത്മീയമായി ഏറ്റെടുത്ത് യേശുവിൻ്റെ സഹനങ്ങളോടൊപ്പം സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഹനം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായതുപോലെ നമുക്ക് വേദന തരുന്നവർ സഹനം നമുക്ക് അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മിലേക്ക് സഹനം കൊണ്ടുവരുമ്പോൾ, നാം അത് സുവിശേഷ മൂല്യങ്ങൾ പ്രകാരം, തിരുലിഖിതങ്ങളിലെ അനുശാസനങ്ങൾ പ്രകാരം യേശുവിനോടൊപ്പം സഹിച്ചാൽ ആ സഹനങ്ങൾ നമ്മളുടെ ആന്തരിക വിശുദ്ധീകരണത്തിനും ആരാണോ നമുക്ക് സഹനം തരുന്നത് അവരുടെ വിടുതലിനും കാരണം ആകും എന്ന് തിരിച്ചറിയുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിൻ്റെ
സഹനം തിരുവുത്ഥാനത്തിൽ അവസാനിച്ചതുപോലെ, അല്ലെങ്കിൽ തിരുവുത്ഥാനത്തിലേക്ക് ക്രിസ്തുവിനെ നടത്തിയതുപോലെ, നമ്മൾ യേശുവിന് വേണ്ടി സഹിക്കുമ്പോൾ നമ്മൾക്ക് സഹനം തരുന്ന വ്യക്തികളെ വെറുക്കാതെ അവരുടെ വിടുതലിനും വിമോചനത്തിനും വേണ്ടി പ്രാർത്ഥനയോടെ നമ്മുടെ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലും ആരാണോ നമുക്ക് സഹനങ്ങൾ തരുന്നത് അവരുടെ ജീവിതത്തിലും നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ യോഗ്യതയാൽ അനുഗ്രഹമായി മാറും. അവർക്ക് നമുക്കും അനുഗ്രഹമായി മാറും എന്ന് തിരിച്ചറിയുക. സഹനങ്ങളെ ഇല്ലാതാക്കുവാനോ തിരസ്കരിക്കുവാനോ ഉള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് ദുരിതങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതെ, ലോകത്തെയും മരണത്തെയും കീഴടക്കി തിരുവുത്ഥാനം ചെയ്ത ഈശോ മിശിഹായുടെ തിരുവുത്ഥാനത്തിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കണമെങ്കിൽ യേശുവിനോടൊപ്പം സഹിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അത് സുവിശേഷ മൂല്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴുള്ള സഹനമാണ്, ക്രിസ്തുവിന് സാക്ഷിയാകുമ്പോഴുള്ള സഹനമാണ് എന്ന് തിരിച്ചറിയുക. പാപം വഴി വരുന്ന സഹനങ്ങൾക്കപ്പുറം യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ, അവന് സാക്ഷിയായിരിക്കുന്നത് വഴി ഉണ്ടാകുന്ന സഹനങ്ങൾ, സുവിശേഷത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന വഴിയുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആത്മാവിന്റെ ഉണർവിനും ഉയർച്ചയ്ക്കും ഉത്ഥാനത്തിനും കാരണമാകുന്നു എന്ന് തിരിച്ചറിയുവാൻ ഈസ്റ്റർ ദിനം നമ്മെ സഹായിക്കട്ടെ. ഈസ്റ്ററിന്റെ സന്ദേശം അതും കൂടി ചേർന്നതാണെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കുരിശിലായിരുന്ന സമയത്ത്, അവിടുന്ന് വേദന ആയിരിക്കുന്ന സമയത്ത്, അവിടുന്ന് മുറിവുകളിലായിരിക്കുമ്പോൾ, അവിടുന്ന് രക്തം ചിന്തുന്ന സമയത്ത് തന്നെ തൻ്റെ ശത്രുക്കളോട്, അല്ലെങ്കിൽ തന്നെ ക്രൂശിച്ചവരോട്, തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു സകലരോടും ക്ഷമിച്ചു. തന്നെ ദ്രോഹിച്ച, തന്നെ ക്രൂശിച്ച എല്ലാവരോടും യേശു ക്ഷമിക്കുകയാണ്. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നു. യേശു അവരെ സ്നേഹിച്ചു. അവരെ സ്നേഹിച്ചതിന് അടയാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അടയാളമായി പിതാവിൻ്റെ തിരുസന്നിധിയിൽ ആ ദ്രോഹം ചെയ്ത എല്ലാവരെയും യേശു സമർപ്പിച്ചു. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന സത്യം, ആ ഒരു ആത്മീയ ബോധ്യം യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവ കരുണ വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതേ കാഴ്ചപ്പാട് നമുക്ക് വേണം. യേശു സകലരോടും ക്ഷമിച്ചു, അവിടുന്ന് തിരുവുത്ഥാനത്തിലേക്ക് നടന്നു കയറി. അതുപോലെ തന്നെ ഒരുപക്ഷെ പല വ്യക്തികളും നമുക്കും സഹനം തരുന്നുണ്ടാകാം, നമ്മെ ദ്രോഹിക്കുന്നുണ്ടാകാം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ, സ്നേഹിക്കാൻ വേണ്ടി നിലപാടെടുക്കുമ്പോൾ, അന്യരെ നേടാൻ വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ നമുക്കും സഹിക്കേണ്ടി വന്നേക്കാം. മറുവശമായി നാം കരുതേണ്ട മറ്റൊരു കാര്യവും കൂടി ഉണ്ട്. നമ്മുടെ ബലഹീനതകൾ നമ്മെ ദ്രോഹിക്കുന്നതിന് കാരണമാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രേരണയായി തീർന്നേക്കാം. ഒരുപക്ഷെ യേശുവിൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ നമ്മുടെ സഹനങ്ങൾക്ക് ഒരു കാരണമായി വരുന്നുണ്ട് എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ എന്താണ് ഈ സമയത്ത് ഈസ്റ്റർ ദിനത്തിൽ, അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ ഈ സന്ദേശമായി നാം സ്വീകരിക്കുക? പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ക്ഷമിച്ച് തിരുവുത്ഥാനത്തിലേക്ക് കടന്നുപോയ യേശു ക്രിസ്തുവിനെ പോലെ നമ്മുടെ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി, ഉത്ഥാനത്തിനു വേണ്ടി നാമും എല്ലാവരോടും ക്ഷമിക്കണം. നമ്മെ ദ്രോഹിച്ച എല്ലാവരോടും ക്ഷമിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി നാം അവർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കുവാൻ തക്ക വിധം, എന്ന് പറഞ്ഞാൽ അവരുടെ കുറവുകളെ നാം ഉയർത്തി കാണിക്കാതെ അവരോട് ദൈവകരുണ ലഭിക്കും വിധം അവരുടെ പക്ഷത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിത മാതൃകയിലൂടെ. ആകയാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഓർക്കാം, യേശു ക്രിസ്തു എല്ലാവരോടും ക്ഷമിച്ചതുപോലെ എല്ലാവരോടും നാം ക്ഷമിച്ചും തിരുവുത്ഥാനത്തിൻ്റെ ശക്തിയെ നാം പ്രാപിക്കണം. ഈസ്റ്റർ സന്ദേശമായി മൂന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട സത്യം ഇതാണ്: ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, സ്നേഹിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ കരുണ അവർക്ക് ലഭിക്കും വിധം ആ സമയത്ത് അവരുടെ ആത്മാവിലും നമ്മുടെ ആത്മാവിലും അത് ഉത്ഥാനത്തിന് കാരണമാകും എന്ന് തിരിച്ചറിയുക. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 19 മുതൽ വചനങ്ങളിലൂടെ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ അനുസരിച്ചു. അവൻ പൂർണ്ണമായും പിതാവിൻ്റെ തിരുഹിതം നടപ്പിലാക്കി.
നാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: യേശുക്രിസ്തു തന്നെ താഴ്ത്തി മരണത്തോളം, അതായത് കുരിശു മരണത്തോളം തന്നെ താഴ്ത്തി. ആകയാൽ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശുവിന് പിതാവായ ദൈവം നൽകി. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള സകല മുട്ടുകളും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങണമെന്ന് ദൈവം തീരുമാനിച്ചു. എല്ലാ നാവുകളും യേശു യാഹുവയാണെന്ന്, കർത്താവാണെന്ന് ഏറ്റു പറയത്തക്ക രീതിയിൽ അത്യുന്നത സ്ഥാനത്തേക്ക് യേശുവിനെ ദൈവം ഉയർത്തി. കാരണം സത്യമനുഷ്യനും സത്യദൈവമായ യേശു കുരിശിൽ മരണത്തോളം തന്നെ താഴ്ത്തി പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ നടപ്പിലാക്കി. നമ്മുടെ ജീവിതത്തിലേക്ക് നാം എടുക്കേണ്ട ഈസ്റ്റർ സന്ദേശം എന്താണ്? യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തി. കാരണം അവിടുന്ന് തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. ഈസ്റ്റർ സന്ദേശം നമ്മെ തന്നെ താഴ്ത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുരിശിൽ പ്രവേശിക്കേണ്ടി വന്നാലും, യേശുക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം ആത്മത്യാഗം ചെയ്യേണ്ടി വന്നാലും, സഹനം ഏറ്റെടുക്കേണ്ടി വന്നാലും, സ്വയം ഇല്ലാതാകേണ്ടി വന്നാലും, നാം പിതാവിൻ്റെ ഹിതം നടപ്പിലാകാൻ വേണ്ടി, പിതാവിനെ അനുസരിക്കാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം, എളിമപ്പെടുത്തണം, സമർപ്പിക്കണം എന്ന് കുരിശിന്റെ സന്ദേശം, ഈസ്റ്ററിന്റെ സന്ദേശം നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈസ്റ്റർ ഒരു പെട്ടെന്നുള്ള നിമിഷത്തിൽ സംഭവിച്ചതല്ല. അത് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ, അവിടുത്തെ പരസ്യജീവിതത്തിൻ്റെ, പ്രബോധനങ്ങളുടെ, സഹനമരണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാം അവസാനം അത്യുന്നതമായി ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരങ്ങളുടെ ഉയർപ്പിന് അച്ചാരമായി പാപപരിഹാരത്തിൻ്റെ തെളിവായിട്ടാണ് യേശുവിൻ്റെ തിരുവുത്ഥാനം സംഭവിക്കുന്നത്. പിശാചിൻ്റെ പരാജയത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം. അനുസരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ എല്ലാവരെയും ധൈര്യപ്പെടുത്തുന്ന അടയാളമാണ്, ശക്തി കേന്ദ്രമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം. അതാണ് ഈസ്റ്ററിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിതാവായ ദൈവത്തെ അനുസരിക്കാം. അനുസരണം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, ചെറുതാകേണ്ടി വരുമ്പോൾ, എളിമപ്പെടേണ്ടി വരുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടേണ്ടി വരുമ്പോൾ, യേശുവിനെ മാതൃയാക്കിക്കൊണ്ട് കുരിശിൽ പ്രവേശിക്കേണ്ടി വരുന്ന അനുഭവം വന്നാലും, എത്രമാത്രം പരിഹാസ്യനാകേണ്ടി വന്നാലും, ആളുകളാൽ തിരസ്കൃതനാകേണ്ടി വന്നാലും, നാം ആ പിതാവിൻ്റെ ഹിതം നടപ്പിലാകാൻ വേണ്ടി അനുസരണത്തിന്റെ തീരുമാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മെ തന്നെ താഴ്ത്തുവാനായി ഈസ്റ്റർ സന്ദേശം നമ്മോട് ആവശ്യപ്പെടുന്നു. പിതാവിനെ അനുസരിക്കുവാനായി ഈസ്റ്റർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉന്നതമായി സംഭവിച്ച വലിയ അനുഗ്രഹമാണ് അവൻ്റെ നിത്യ രാജ്യത്വം, അല്ലെങ്കിൽ യേശു നിത്യരാജാവായി വാഴുന്നു എന്ന് നാം തിരിച്ചറിയുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി നമ്മിൽ നടപ്പിലാക്കാൻ വേണ്ടി യേശു രാജാവായി വാഴുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ നീതി? പാപി ശിക്ഷിക്കപ്പെടണം, പാപം ശിക്ഷാർഹമാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന നീതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണോത്ഥാനത്തിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കിലെടുക്കാതെ നമ്മളോട് ക്ഷമിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നീതി ക്രിസ്തുയേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ ദത്തുപുത്രരാക്കി മാറ്റിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനം അതിൻ്റെ അടയാളമാണ് എന്ന് തിരിച്ചറിയുക. നാം പാപത്തിന് മരിച്ചവരായി, അല്ലെങ്കിൽ പാപത്തിൽ മരിച്ചവരായിരുന്നവരാണ്. ആദാമിക പാപത്താലും നമ്മുടെ വ്യക്തിപരമായ പാപത്താലും മരണവിധേയരായ നമ്മളെ അതിൽ നിന്നും യേശു തൻ്റെ തിരുവുത്ഥാനത്താൽ മോചിപ്പിച്ചു. ഇപ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ നീതിയെ അവിടുന്ന് സൗജന്യമായി നൽകി. ആകയാൽ ദൈവനീതിയെ നമുക്ക് അനുവദിക്കുന്ന അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം നമ്മോട് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങളെ ദൈവം ഇല്ലാതാക്കി. വീണ്ടും തിരുവുത്ഥാനത്തിലൂടെ അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. അതെ, നമ്മൾ ദൈവപുത്രരാക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിൽ നാം അവകാശികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സന്ദേശം എന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും ഈസ്റ്റർ നമ്മൾ പറയുകയാണ്, നമുക്ക് പുതുജീവൻ നൽകപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനത്തിലൂടെ. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ജഡം യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, തുടർന്ന് അത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനോടൊപ്പം നാം മാമോദീസയുടെ അടയാളത്താൽ ഉയർപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാലും ശക്തിയാലും
പുതുജീവനിലേക്ക് നാം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഇപ്പോൾ കൃപയുടെ കീഴിലാണ്. പാപത്തെ യേശു ഇല്ലാതാക്കി. പാപത്തിൽ മരിക്കാതെ പാപത്തിനു മരിച്ച് യേശു ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവൻ നയിക്കുവാൻ, ദൈവഹിതപ്രകാരമുള്ള ജീവൻ നയിക്കുവാൻ തിരുവുത്ഥാനത്തിന്റെ സന്ദേശം, ഈസ്റ്റർ സന്ദേശം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഈസ്റ്ററിന്റെ സന്ദേശത്തെ ധ്യാനിക്കുമ്പോൾ പിതാവേ, യേശുക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകണമേ. അത് സ്വീകരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ എളിമയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനെ യേശുവിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നിറഞ്ഞ് ഞങ്ങളുടെ ജഡത്തെ ക്രൂശിച്ച് പിശാചിനെ എതിർത്ത് പിശാചിനെ പുറത്താക്കി ലോകമോഹങ്ങളെ വെറുത്തുപേക്ഷിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധന്മാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസ സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെയും കൂടി ഉണ്ടാവുമാറാകട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവെ, അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവെ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ നിറയണം പരിശുദ്ധാത്മാവെ. ഞങ്ങളെ ബലപ്പെടുത്തണം യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്. സാക്ഷിയായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും എന്നേക്ക് ജീവിക്കുന്ന സ്വർഗത്തിലെ പിതാവിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന